ഒരു കഥ ചൊല്ലട്ടുമാ. മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ സ്വർഗാരോഹണം ചെയ്തു എന്നറിയപ്പെടുന്ന, അതുപോലെ തന്നെ നമ്മുടെ വ്യാസമുനി മഹാഭാരതം എഴുതി എന്നറിയപ്പെടുന്ന, സരസ്വതി നദിയെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന, ഭീംപുൽ എന്ന് പറയുന്ന ഭീമൻ സ്ഥാപിച്ച പാലം സ്ഥിതി ചെയ്യുന്ന, ഇന്ത്യയുടെയും ടിബറ്റിന്റെയും ബോർഡറിൽ കാണുന്ന ഒരു ഗ്രാമത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Yeah, today's story is about the first, or you can say the last village of India, Mana. So let's start. ബദ്രീനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് മന വില്ലേജ്. ഈ ഗ്രാമത്തെ പറ്റിയിട്ട് ഒരുപാട് വിശ്വാസങ്ങളും കഥകളും മിത്തുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ ഈ ഗ്രാമത്തിലൂടെയാണ് സ്വർഗാരോഹണം നടത്തിയതെന്നും ആ സമയത്ത് ദ്രൗപദിക്ക് ഒലിക്കുന്ന ഒരു നദി മുറിച്ചു കടക്കാൻ സാധിച്ചിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഭീമൻ സ്ഥാപിച്ച ഒരു പാലം ഭീംപുൽ എന്നുള്ള പേരിലും ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാസമുനി ധ്യാനത്തിനിരുന്നതും അതുപോലെ മഹാഭാരതം എഴുതിയതും ഇവിടെയുള്ള വ്യാസഗുഹയിൽ വെച്ചിട്ടാണെന്നും വിശ്വാസമുണ്ട്. ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. സരസ്വതി നദി, അതായത് ജ്ഞാനത്തിന്റെ നദി എന്നറിയപ്പെടുന്ന സരസ്വതി നദിയെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ്. അതായത് സരസ്വതി നദി ഈഗോ, അരഗൻസ് അതൊക്കെയുള്ള ഭൂമിയിൽ ഒഴുകില്ല എന്ന് പറഞ്ഞ് ഭൂമിയിൽ നിന്നും പിൻവലിഞ്ഞു എന്നാണ് വിശ്വാസം. ആ നദിയെ നമുക്ക് കാണാൻ സാധിക്കുന്നതും ഈ ഗ്രാമത്തിലാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള ഒരുപാട് കഥകളും വിശ്വാസങ്ങളും ഒക്കെ ഉറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് മന വില്ലേജ്. അപ്പോൾ ഉത്തരാഖണ്ഡ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിലൊക്കെ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ആൻഡ് വിസിറ്റ് ദിസ് വില്ലേജ്. ഈ വില്ലേജ് കഥകൾ കൊണ്ട് മാത്രമല്ല, ഒരുപാട് മനുഷ്യരും പച്ചയായ ജീവിതവും ഒക്കെ കൊണ്ടും നമ്മളെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു വില്ലേജാണ്. സോ ഡു വിസിറ്റ് ആൻഡ് ഷെയർ വിത്ത് എ ഫ്രണ്ട് ഹു ഈസ് മോർ ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് സ്റ്റോറീസ് ആൻഡ് ബിലീവ്സ്. താങ്ക് യു.